നമസ്കാരം. മൂവാറ്റുപുഴ ന്യൂസിന്റെ സ്പീഡ് 70 ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. മുടക്കല് ബൈപ്പാസ് പദ്ധതി ജിയോ ടാഗ് പരിശോധന പൂർത്തിയാക്കി. സിപിഐയുടെ രാജിവെച്ച പായിപ്പട പഞ്ചായത്ത് അംഗം സ്ഥാനം ദുരുപയോഗം ചെയ്തു സിപിഐ മണ്ഡലം കമ്മിറ്റി. പായിപ്പടയിൽ പുറത്തുവന്നത് LDF-ലെ പടലപ്പിണക്കം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. മുടക്കല് ബൈപ്പാസിനായി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ജിയോ ടാഗ് പരിശോധന പൂർത്തിയാക്കി. മുടക്കല് ബൈപ്പാസിന് പുതുതായി ഏറ്റെടുത്ത സ്ഥലങ്ങളിൽ ജിയോ ടാഗ് പരിശോധന നടത്തി അതിർത്തി നിർണയം പൂർത്തീകരിച്ചു. സംസ്ഥാനത്ത് തന്നെ KRFBയുടെ ഇത്രയും പഴയ പദ്ധതിയിൽ ആദ്യമായാണ് ജിയോ ടാഗ് നടത്തുന്നത്. ജിയോ ടാഗിംഗ് പൂർത്തീകരിച്ചതിലൂടെ ഏറ്റെടുത്ത സ്ഥലങ്ങളിലെ സർവേ കല്ലുകൾ ഇനി മാറ്റി സ്ഥാപിച്ചാലും അതിരടയാളങ്ങൾ നഷ്ടപ്പെടുകയില്ലെന്നും മുടക്കല് ബൈപ്പാസ് നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കുന്ന ഘട്ടത്തിൽ അനാവശ്യ തർക്കങ്ങൾ ചൂണ്ടിക്കാട്ടി പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്നത് ഒഴിവാക്കാൻ കഴിയുമെന്നും മാത്യു കുഴൽനാടൻ MLA. സിപിഐയുടെ രാജിവെച്ച പഞ്ചായത്ത് അംഗം സ്ഥാനം ദുരുപയോഗം ചെയ്തതായി മണ്ഡലം കമ്മിറ്റി. പായിപ്പട പഞ്ചായത്ത് 10ാം വാർഡ് മെമ്പർ ദീപ റോയി ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ അർഹതപ്പെടാത്ത ആനുകൂല്യം കൈപ്പറ്റിയതായി CPI മൂവാറ്റുപുഴ മണ്ഡലം കമ്മിറ്റിക്ക് ബോധ്യപ്പെട്ടതായി മണ്ഡലം സെക്രട്ടറി ജോളി പൊട്ടയ്ക്കൽ. സ്വന്തം വാർഡിലും പഞ്ചായത്തിലും ലൈഫ് പദ്ധതി ആനുകൂല്യം അർഹിക്കുന്ന നിരവധി പേരുണ്ടായിരുന്നിട്ടും അവരെ പരിഗണിക്കാതെ പഞ്ചായത്ത് അംഗം എന്ന സ്ഥാനം ദുരുപയോഗം ചെയ്തതായും അനർഹമായി കൈപ്പറ്റിയ തുക പഞ്ചായത്തിൽ തിരിച്ചടയ്ക്കാൻ പാർട്ടി ആവശ്യപ്പെട്ടിരുന്ന സാഹചര്യത്തിലാണ് ദീപ റോയി പഞ്ചായത്ത് അംഗ സ്ഥാനം രാജിവെച്ചതെന്നും ജോളി പൊട്ടയ്ക്കൽ പറഞ്ഞു. പായിപ്പടയിൽ പുറത്തു വന്നത് CPI-യിലെ പടലപ്പിണക്കമെന്ന ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി. പായിപ്പട പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MC ബിനിയൻ വീട് നിർമ്മാണം പൂർത്തീകരിച്ചത് ബാങ്ക് വായ്പ ഉപയോഗപ്പെടുത്തിയാണെന്നും നിലവിലെ പഞ്ചായത്ത് അംഗം ദീപ റോയിയുടെ വിഷയവുമായി ഇത് ബന്ധപ്പെടുത്താൻ കഴിയില്ലെന്നും പായിപ്പടയിൽ നിന്നും പുറത്തു വന്നത് CPI-ക്കുള്ളിലെ പടലപ്പിണക്കമാണെന്നും മൂവാറ്റുപുഴ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് സാബു ജോൺ. ഒഴിഞ്ഞുകിടക്കുന്ന തസ്തികകളിൽ ഉടൻ നിയമനം നടത്തണമെന്ന് ആവശ്യം. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡിലെ ഒഴിഞ്ഞുകിടക്കുന്ന 3500ഓളം തസ്തികകളിലേക്ക് അടിയന്തരമായി നിയമനം നടത്തണമെന്ന് കേരള ഇലക്ട്രിസിറ്റി വർക്കേഴ്സ് ഫെഡറേഷൻ AITUC ജില്ലാ സെക്രട്ടറി PS സ്റ്റാലിൻ ആവശ്യപ്പെട്ടു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നവംബർ 26-ന് ജില്ലാ കേന്ദ്രങ്ങളിൽ നടക്കുന്ന പ്രതിഷേധ മാർച്ചിന്റെയും ധർണയുടെയും മുന്നോടിയായി മൂവാറ്റുപുഴ ഡിവിഷൻ ഓഫീസിൽ നടന്ന വിശദീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചിത്രരചന മത്സരം 19-ന്. മൂവാറ്റുപുഴ മേള ഫൈൻ ആർട്സ് സൊസൈറ്റി സ്കൂൾ വിദ്യാർത്ഥികൾക്കായി ശിശുദിനത്തോടനുബന്ധിച്ച് ചിത്രരചന കാർട്ടൂൺ മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നു. 19-ന് മേള ഓഡിറ്റോറിയത്തിൽ രാവിലെ 10-ന് മത്സരങ്ങൾ ആരംഭിക്കും. മത്സരാർത്ഥികൾ രാവിലെ 9:30-ന് എത്തിച്ചേരണം. KG, LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി എന്നിങ്ങനെ 5 വിഭാഗങ്ങളിലായാണ് മത്സരങ്ങൾ നടക്കുന്നത്. സ്പീഡ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്കാരം.